മോനെ എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. എനിക്ക് പോയിട്ട് വേറെ പരിപാടി ഉണ്ട്, നിങ്ങൾ പെട്ടെന്ന് പറ. നിനക്ക് ആ പിള്ളേരെ കൂടെ ചൊറി കുത്തിരിക്കാനല്ലേ പറയുന്നേ? ചൊറിയും കുത്തിരിക്കാനോ? അവിടെ എന്തൊക്കെ പരിപാടികൾ പ്ലാനിങ്ങിലാണെന്നറിയൂ? നീ നോക്കി, നിന്റെ മുടിയെല്ലാം നരച്ചു. അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചു, അതൊക്കെ ഒന്ന് ഡൈ ചെയ്യുന്നു. അതല്ലടാ, എനിക്ക് വയസ്സായി, വയ്യ. എന്തൊരു കല്യാണം ആലോചിച്ചാലോ? നിന്റെ അമ്മ ജീവിച്ചിരിക്കുന്നു. അയ്യേ, നിങ്ങൾക്കല്ല എനിക്ക്. എന്നിട്ട് ആ പെണ്ണിന് ഞാൻ ചെലവിന് കൊടുക്കണ്ടേ? പിന്നെ നിങ്ങളെ നോക്കാനല്ലേ കെട്ടണം ഞാൻ. അപ്പൊ നിങ്ങൾ ചെലവിന് കൊടുക്കണ്ട, പിന്നെ ഞാൻ കൊടുക്കണം. നിനക്കിപ്പോൾ എത്ര വയസ്സായെന്നറിയാമോ? 19 പ്ലസ് 6 പ്ലസ് 3 ഒന്നുകൂടി 2. നിനക്ക് നിന്റെ വയസ്സ് എത്രയെന്ന് അറിയാമോ? അതറിയാലോ, പിന്നെ നീ ചോദിക്കുന്നു. പോത്ത് പോലെ വളർന്നല്ലോ. ഓ, പോത്തൊന്നും വിളിച്ചല്ലോ. വിളിച്ചു. നിങ്ങൾക്ക് പോത്തിന് തന്താരാന്നറിയോ? അത് എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. എടാ, നീ ജോലിക്ക് പോയിട്ട് നിന്റെ അമ്മ എന്നെ നോക്കാനായിട്ട്. നമ്മോട് ജോലിക്ക് പോകാൻ പറയാൻ പറ്റൂലല്ലോ. നിങ്ങൾ ജോലിക്ക് പോകണ്ടേ? നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ തുള്ളി കൊണ്ടാണ് ഇപ്പോൾ ഈ തുക്കട ജോലിയും ചെയ്ത് ജീവിക്കുന്നത്. എനിക്ക് അങ്ങനെ ജീവിക്കാനൊന്നും പറ്റില്ല. എനിക്ക് വലിയ വലിയ പ്ലാനിങ്ങുള്ള. എന്താണോ നിന്റെ പ്ലാനിങ്? എങ്ങനെ പ്ലാൻ ചെയ്യാൻ സമ്മതിക്കുമോ? അതിൻ്റെ ഇടയിൽ വിളിച്ചു വരുത്തില്ലേ? മൈൻഡ് ഔട്ട് ആയില്ലേ? ഞാൻ വീണ്ടും പ്ലാൻ ചെയ്ത് സെറ്റായിട്ട് വരണ്ടേ? എത്ര ദിവസം എടുക്കും? ഇതൊരു കഷ്ടം നോക്കണേ. നീ ഉച്ചയ്ക്ക് ചോറിനാ വീട്ടിലേക്ക് വരുമോ? അത് വരാം. നീ ഓർത്തുണ്ടോ? ഇവിടെ ഞാൻ ചിക്കൻ മേടിച്ച് വയ്ക്കാം. ചിക്കൻ കുഴപ്പമൊന്നുമില്ല, വരാം. ചൂടാണ്. വിട്ടോ, ഞങ്ങൾ വരാം. എന്തൊക്കെ ഡീൽ ചെയ്യാം. ഒരെണ്ണത്തിൽ നിർത്തിയാൽ മതിയായിരുന്നു. അതെങ്ങനെയാ? ആദ്യം ഉണ്ടായി ഈ മുതലല്ലേ?